എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സർവൈശ്വര്യത്തിൻ്റെയും വിശുദ്ധിനാശംസകൾ നേരുന്നു. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി വിഷു. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് വിഷു സ്പെഷ്യൽ വ്ളോഗാണ്. ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ വിഷു ആഘോഷിച്ചെന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ നിയാങ്കുട്ടൻ്റെ ഫസ്റ്റ് വിഷുവാണ്. അതാണ് ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്, ചേട്ടനും ഉണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ആയിരുന്നു ഈ കഴിഞ്ഞ വിഷു. അപ്പോൾ നമുക്ക് വിഷു എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഓർമ്മ വരുന്നത്? മെയിനായിട്ട് വിഷുക്കണി, പിന്നെ അത് കഴിഞ്ഞിട്ട് വിഷുക്കൈനീട്ട്, പിന്നെ പടക്കങ്ങൾ, കമ്പിത്തിരി, മത്താപ്പ്, പൂത്തിരി. ലാത്തിരി പൂത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പൂ, ലാത്തിരി പൂത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പൂ, മനസ്സേ ആസ്വദിക്കൂ ആവോളം. എൻ്റെ പാട്ട് അത്ര പോരെങ്കിൽ ഈ പാട്ടിൽ പറഞ്ഞാൽ ഇതൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മനസ്സുഖം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പം തലേ ദിവസം ഞാനും യദുവും പിന്നെ ചേട്ടനും പിന്നെ ഋത്തൂട്ടനും ഒക്കെ കൂടി കമ്പിത്തിരി മത്താപ്പും ഒക്കെ കത്തിച്ച് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് തുടങ്ങി. വിഷുവിൻ്റെ ആഘോഷങ്ങൾ അങ്ങോട്ട് തുടങ്ങി. അമ്മയുടെ പൊണ്ണ് പേടിച്ചോ? അടുപ്പാക്കം പൊട്ടിച്ചിട്ട് പേടിച്ചോ? അമ്മിന്നിട്ട് മൂന്നോ? നമുക്ക് കമ്പിത്തിരി കത്തിച്ചാ പേടിച്ചെന്തിനാ? അടിണ്ടിട്ട് വെച്ചേത്തെ പൊണ്ണുഷി പണക്കം പൊട്ടിച്ച വിസുവിന് ഹാപ്പി വിസു. അങ്ങനെ എല്ലാം കത്തിച്ച് കഴിഞ്ഞ് പടക്കമൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണി ഒരുക്കാനൊരു 10:30-11 മണിയായപ്പോൾ കണി ഒരുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ അന്വേഷിച്ച് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഞാനും ചേട്ടനായിരുന്നു ഇതിൻ്റെ മെയിനായിട്ട് പുറകിലുണ്ടായിരുന്ന കറുത്ത കരങ്ങൾ. അപ്പോൾ പിന്നെ അവനും ഉണ്ടായിട്ട് ഋത്തൂട്ടൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായി. ആ കിണ്ടിയിൽ നിന്ന് സ്വാമിയുടെ പോലെ തീർത്താണെന്നൊക്കെ പറഞ്ഞിരുന്ന് കുടിക്കലും അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു. പിന്നെ വാൽക്കണ്ണാടിയൊക്കെ എടുത്തുകൊണ്ട് പോയി എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വയ്ക്കാൻ തരണുണ്ടായില്ല, ഓരോ സാധനങ്ങൾ അവൻ തന്നെ എടുത്തുകൊണ്ട് പോയിരുന്നു. അവസാനമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, എല്ലാം വച്ചതിന് ശേഷം ഞങ്ങൾ മനസ്സിലാക്കിയത് കണിവെള്ളരിക്ക് വെച്ചിട്ടുണ്ടായില്ല. മെയിനായിട്ട് മിസ്സിങ് ആയിരുന്നു. അവസാനെങ്കിൽ അത് ഓർത്തത് നന്നായി. ബാക്കി എല്ലാം വെച്ച് വേണ്ടതൊക്കെ വെച്ചിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട സാധനം വയ്ക്കാൻ പറഞ്ഞു. ശരിക്കും അവനെ ഉറക്കി കിടത്തിയിട്ട് ചെയ്തായിരുന്നു. കാരണം ഞങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്ന ഓരോ സാധനങ്ങൾ അവൻ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അവസാനം അത് പിന്നെ കണ്ടുപിടിച്ച് കൊണ്ട് വയ്ക്കേണ്ട രീതിയിലായി. പിന്നെ അമ്മ ഇതെല്ലാം സൂപ്പർവൈസറിന് വല്ല സൂപ്പർവിഷന് വേണ്ടി വന്നേക്കാണ്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ എന്നറിയാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിടക്കാം. ഗുഡ് നൈറ്റ് ഇറങ്ങി. ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. 12:30 എപ്പോഴാണ് കിടന്നത്. 4 മണിക്ക് അലാറം വെച്ച് വിഷുക്കണിക്ക് വിളക്കൊക്കെ കത്തിച്ച് ഞാൻ ആദ്യം വന്ന് തൊഴുതു. അതിനുശേഷം ചേട്ടനെയും ഋത്തൂട്ടനെയും അമ്മയും നിയാങ്കുട്ടനെയും തൊഴിച്ചു. അങ്ങനെ നല്ലൊരു ദിവസം, നല്ലൊരു വർഷം, നല്ലൊരു കണിയിലൂടെ ഞങ്ങൾ ആരംഭിച്ചു. നിയാങ്കുട്ടൻ്റെ സംഭവം ഒന്നും പിടികിട്ടിയിട്ടില്ല. ഇരുട്ടാണ്, വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ണുറന്നൊക്കെ അടയും ഇത് തന്നെയായിരുന്നു. അതിനുശേഷം വീണ്ടും പടക്കത്തിൻ്റെ പാക്കറ്റൊക്കെ എടുത്തു, അങ്ങോട്ട് പൊട്ടിക്കലും തുടങ്ങി. പടക്കം അങ്ങനെ മെയിനായിട്ട് പൊട്ടിച്ചില്ല, കാരണം കൊച്ചു കരഞ്ഞാലോ എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഒന്ന് ചേട്ടനായിരുന്നു ആ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനിടയിൽ മാലപ്പടക്കം പൊട്ടിച്ച് ഏട്ടനൊരു ചെറിയൊരു പരിക്ക് വെച്ച്, ചെറുതായിട്ട് വളരെ ചെറുത്, ഒന്ന് പൊള്ളി, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, അപകടങ്ങളൊന്നും വരാതെ നോക്കണം.
അതിനുശേഷം നേരെ അടുക്കളയിലേക്ക് കയറി. കാരണം സദ്യക്കുള്ള പ്രിപ്പറേഷൻസ് വേഗം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് 1 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 2 മണിയാകുമ്പോഴേക്കും സദ്യ കഴിക്കണ്ടേ. കാരണം ഇടയിൽ 2 കുഞ്ഞുങ്ങളെ മേയ്ക്കാനുള്ളതുകൊണ്ട് വേഗം ആ പണിപ്പുരയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ വിഷുവായിട്ട് ഞാനും എൻ്റെ ചുട്ടുപണിയും പൊളിച്ചു. ചുട്ടുപണി പൊടി ഉടുപ്പൊക്കെ ഇട്ടു ചുണ്ടനാക്കി കിടത്തിയിട്ട് ഞാൻ കുളിച്ചാന് പോയി. ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും ആൾക്ക് ഉറക്കം മാത്രമുള്ളൂ കേട്ടോ. പിന്നെ അവനെ ഉറക്കണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞപ്പനെ വിളിക്കണം എന്നിട്ട് വേണം അവനെ കുളിച്ച് റെഡിയാക്കി സുന്ദരകുട്ടപ്പനാക്കാൻ. ഉറങ്ങിപ്പോയി. ചേട്ടാ ഹാപ്പി വിഷു കുഞ്ഞിച്ച. ഈ ദിവസത്തിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിയാങ്കുട്ടൻ ഭൂമിയിലേക്ക് വന്നിട്ട് ഇന്നേക്ക് 100 ദിവസം തികയാണ്. അപ്പോൾ വിഷുവും അവൻ്റെ 100 ഡേയ്സ് നേരത്തും സെയിം ഡേ ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്നും ഓർത്ത് വയ്ക്കാൻ പറ്റിയൊരു ദിവസം. അങ്ങനെ പിള്ളേർക്കും മുതിർന്നവർക്കും വിഷു കൈനീട്ടൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും അടുക്കളയിലേക്ക് പ്രിപ്പറേഷന് വേണ്ടി കയറി. ഇതിനിടയിൽ ഏട്ടൻ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാല ഇടാൻ വേണ്ടി പോയേക്കായിരുന്നു രാവിലെ തന്നെ അമ്പലത്തിൽ. അത് കഴിഞ്ഞ് വന്ന് ഏട്ടനും കിച്ചണിൽ സഹായിച്ചു. ഏട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പരിപ്പ് പായസം പാലടയായിരുന്നേ സദ്യക്ക്. സദ്യ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, ഞാൻ ആസ്വദിച്ച് കഴിക്കും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നിറയായി. അപ്പോൾ ഋത്തൂട്ടനും അമ്മയും കൂടിയാണ് നിറക്കി പോയത്. എനിക്ക് പോകാൻ പാടില്ല. നിയാങ്കുട്ടന് ചോറ് കൊടുത്തതിന് ശേഷം എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുള്ളൂ. അവനൊരു 5-6 മാസമായിട്ട് എനിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പോയില്ല. ഋത്തൂട്ടനും എൻ്റെ അമ്മയും കൂടിയാണ് നിറക്കി പോയത്. അപ്പോൾ ഞങ്ങൾ രാത്രി എൻ്റെ വീട്ടിലെത്തി. 10:30 എത്തിക്കഴിഞ്ഞപ്പോൾ 10-10:30 ഞങ്ങൾ വന്നു, കുളിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഏട്ടനും അച്ഛനും ഇപ്പോൾ ശബരിമലയ്ക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിറക്കി പങ്കെടുക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞിന് ചോറൂണ് കഴിയാതെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. ഋത്തൂട്ടനാണ് നിറക്കി പോയത്. അവരെല്ലാവരും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും യദുവും പിന്നെ ഏട്ടനും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച സ്ഥിതിക്ക് ഞങ്ങളിനി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ വിഷു ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ വിഷു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഫ്രം നിയാൻ മേറ്റ്. ഗുഡ് ടാറ്റ കൊടുക്ക്.